ഹായ് ഹലോ എവരി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീക്കെൻഡാണ്. ഓക്കെ, സോ വീക്കെൻഡിൽ നമ്മൾ ലേണിംഗ് വീഡിയോ ആണ് ഷെയർ ചെയ്യാറുള്ളൂ ഞാൻ. സോ ഈ വീക്കെൻഡിൽ നല്ലൊരു ലേണിംഗ് വീഡിയോ ആണ്. നമ്മുടെ ലാസ്റ്റ് വീക്കെൻഡിൽ ഞാൻ വീഡിയോ ഷെയർ ചെയ്തായിരുന്നു. അതായിരുന്നു നമ്മുടെ എല്ലിയറ്റ് വേവിൻ്റെ. ഓക്കെ, എല്ലിയറ്റ് വേവിൻ്റെ ആണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്തായിരുന്നു. ഐ ഹോപ്പ് സോ നിങ്ങൾ ആ വീഡിയോ ഫുൾ കണ്ടിട്ടുണ്ടാവും. കുറച്ച് ദിവസമായിട്ട് അത് ആക്ച്വലി ഞാൻ ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ റീസൺ, അതിൻ്റെ ഷെയർ ചെയ്യുന്ന റീസൺ എന്തായിരുന്നു എന്ന് വെച്ചാൽ മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, മാർക്കറ്റിന് സ്ട്രക്ചർ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യാറുള്ളൂ, ഓർ മാർക്കറ്റ് മാത്രമല്ല, ഓൾ ഇൻഡെക്സ്, ഓൾ ചാർട്ട്സ്, സ്റ്റോക്ക് ചാർട്ടായാലും ഇൻഡെക്സ് ചാർട്ടായാലും എന്ത് ചാർട്ടായാലും ഓവറോൾ എങ്ങനെയാണ് മൂവ് ചെയ്യാറുള്ളൂ. അതാണ് ആ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഉണ്ടായിരുന്നു എനിക്ക് പറയാൻ, ഷെയർ ചെയ്തത് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. സോ ഇനി അതിൻ്റെ തന്നെ വേറെ ഒരു കുറച്ചുകൂടി ഡീപ്പ് അനലൈസിസ് ഞാൻ ഷെയർ ചെയ്യാൻ പോവുക. ഡീപ്പല്ല, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്, കുറച്ചുകൂടി ആ ഒരു വേവ്സ് 1 2 3 4 5 അത് എങ്ങനെ മൂവ് ചെയ്യാറുള്ളൂ, ഓർ എങ്ങനെയാണ് അത് ശരിക്കും വർക്ക് ചെയ്യാറുള്ളൂ, ഓർ നമ്മൾ എവിടെ ബൈ ചെയ്യേണ്ടത്, എവിടെ സെൽ ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് പിടിക്കേണ്ടത്. ഓക്കെ, സോ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ എല്ലാവരും കൂടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി ഞാൻ ഷെയർ ചെയ്ത ഫസ്റ്റ് ഇതാണ്. ഓക്കെ, നമ്മുടെ വേവ്സ് ഇങ്ങനെയായിരുന്നു. 1 2 3 4 and 5. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്. ഓക്കെ, സോ ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഐ ഹോപ്പ് എനിക്ക് നിങ്ങൾ ഇതൊക്കെ എല്ലാം ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്യുക. എനിക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടും, കുറച്ചുകൂടി എനിക്കൊരു അത് കിട്ടും. യെസ്, നിങ്ങൾ മാർക്കറ്റിൽ ട്രാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ബേസിൽ ഈ ട്രേഡ് ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല ആ ഒരു ബേസിൽ. ബട്ട് യെസ്, സ്ട്രക്ചർ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ തന്നെ കാണാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. മാർക്കറ്റിൻ്റെ മൂവ്സ് യെസ് എക്സാക്ട്ലി അതുപോലെ മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന്. അത് ഈ ഒരു എല്ലിയറ്റ് വേവ് എന്ന് പറഞ്ഞാൽ എല്ലാ ടൈം ഫ്രെയിമിലും വർക്ക് ചെയ്യാറുണ്ട്. 5 minutes, 15 minutes, 30, 1 hour. ബെറ്റർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബെറ്റർ എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് 1 hour. ഓക്കെ, 1 hourലാണ് ഇത് നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ 4 hours, 1 day ആൻഡ് വീക്ക്ലി ആൻഡ് മന്ത്ലി ചാർട്ട്സ്. ദാറ്റ് മീൻസ് ഇത് സ്വിംഗ് ട്രേഡിംഗ് ഭയങ്കര സൂപ്പറാണ്. സ്വിംഗ് ട്രേഡിംഗ് ഭയങ്കരമായിട്ട് ഒരു എസ് എൽ നിങ്ങൾ റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എസ് എൽ പോകാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. എസ് എൽ പോവുകയാണെങ്കിൽ തീരെ ചെറുതായിരിക്കും. മൂവ് കിട്ടുന്നത് നിങ്ങൾക്ക് ഹ്യൂജ് ആയിരിക്കും. ഓക്കെ, അത് എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ പറയാം. ഞാൻ ഈ ഒരു 5 മൂവ്സാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്. 1 2 3 4 5. ഓക്കെ, ഒരു വേവിൽ ശരിക്കും ഒരു 5 മൂവ്സാണ് ഉണ്ടാവാറുള്ളൂ. ആ വേവ് നമ്മുടെ സപ്പോർട്ടിലാണ് സ്റ്റാർട്ട് ആവേണ്ടത്. ബേസ് പോയിൻറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതൊക്കെ ശരിക്കും ഒത്തിരി ഹ്യൂജ് ടോപ്പിക്സാണ്. ഞാൻ സ്ലോലി നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ഒരു 50 to 100 വീഡിയോസ് എനിക്ക് ഈ കോൺസെപ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താ, ശരിക്കും ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു ബേസ്. ഇതിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യാറുള്ളൂ. ബട്ട് ഇതിനകത്ത് ഒത്തിരി ഡീപ്പ് നമുക്ക് പഠിക്കാനുണ്ടാകും എല്ലാവർക്കും കൂടി. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ഇത് കണ്ടുപിടിക്കാൻ നോക്കാം. ഡെയിലി സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും ചിലപ്പോൾ സ്മോൾ ടൈം ഫ്രെയിമിൽ. കാരണം എന്ന് വെച്ചാൽ അതിൽ ലിക്വിഡിറ്റി സ്വീപ്പ് കൂടുതലായിരിക്കും. ഓക്കെ, മീൻസ് അവർ എസ് എൽ ഹണ്ടിങ് കൂടുതൽ നടത്തും സ്മോൾ ടൈം ഫ്രെയിമിൽ. ബട്ട് 15 minutes ടൈം ഫ്രെയിം മച്ച് ബെറ്റർ ആണ്. സോ 5 minutesലും 1 minutesലും നമ്മൾ ട്രാക്ക് ചെയ്യുക. ട്രേഡ് എടുക്കരുത്, ട്രാക്ക് ചെയ്യുക. ഇത് ഡെയിലി നമ്മൾ ശരിക്കും ട്രാക്ക് ചെയ്യേണ്ടതാണ്. കാരണം ഡെയിലി ഓരോരോ ടൈം ഫ്രെയിമിൽ ഓരോരോ കൺഫ്യൂഷൻ നമുക്ക് വരും. ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ ചോദിക്കണം, എൻ്റെ അടുത്ത് ചോദിക്കണം. ഓർ എൻ്റെ അടുത്ത് ചോദിച്ചില്ലെങ്കിലും ഇവിടെ ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ ഗൂഗിൾ ചെയ്യുക. പല യൂട്യൂബേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ എൻ്റെ ഒരു ചാനൽ മാത്രമായിട്ട് ഞാൻ നിങ്ങളോട് ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇത് പഠിച്ചാൽ ഐ തിങ്ക് ഒരു നല്ലൊരു ട്രേഡർ ഇൻ ഫ്യൂച്ചർ നല്ലൊരു ട്രേഡർ നമ്മൾ ആകുമെന്നാണ് എൻ്റെ കോൺസെപ്റ്റിൽ. ഓരോ ബുക്കിൻ്റെ തിയോറീസിൽ ഈ എല്ലിയറ്റ് വേവ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒത്തിരി ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ബേസിൽ
ആ ഒരു ബേസിലാണ് മാർക്കറ്റ്, ഐ തിങ്ക് മാർക്കറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചർ മൂവ് ചെയ്യാറുള്ളൂ. ഓക്കെ, നമ്മുടെ വേഗം വീഡിയോയിൽ കിടക്കാം. 1 2 3 4 5 ഈ വേവ്സിൽ നമ്മൾ ശരിക്കും ഫസ്റ്റ് ഈ വേവ് ഉണ്ടല്ലോ, ഫസ്റ്റ് ഞാൻ ഇത് കാണിച്ചിരിക്കുന്ന ഒരു ഫസ്റ്റ് വേവ്, ഇതിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പാടില്ല. ഓക്കെ, ഇതിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പാടില്ല. താഴേക്ക് വരുമ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. അതിൽ ശരിക്കും പ്രൈസ് മോളിൽ ഞാൻ ഫസ്റ്റ് വേവിൽ പറഞ്ഞിട്ടുണ്ട് ഏത് പാറ്റേണാണ് ലീഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ആവുള്ളൂ. അത് നിങ്ങളുടെ കണ്ണിൽ തന്നെ, നിങ്ങളുടെ മുമ്പിൽ തന്നെ ലൈവ് മാർക്കറ്റ്സിൽ പല പല ചാർട്ട്സ്, ഏത് ഡിഫറെൻറ്റ് ചാർട്ട്സ് നിങ്ങൾ നോക്കണം ഡെയിലി. അതിൽ ഇത് മറ്റേ ഇത് മൂവ് ആവണം നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റായിട്ട്. ഓക്കെ, സോ ആ ഒരു ലീഡിങ് ഡയഗണൽ ഫോം ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ആ ഒരു ലൈവ് മാർക്കറ്റിൽ ഫോം ആയി. ആ ലീഡിങ് ഡയഗണലിൻ്റെ വീഡിയോ ഞാൻ ലേണിംഗ് എൻ്റെ പ്ലേലിസ്റ്റിൽ, എൻ്റെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ അവിടെ ഇതിൻ്റെ ഒരു ലേണിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, ആ ഒരു ഫോൾഡർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ ലീഡിങ് ഡയഗണൽ പാറ്റേൺ, ഓക്കെ, ദാറ്റ് മീൻസ് പ്രൈസ് ലീഡ് ചെയ്യാൻ പോവുക ഫോർ ഒരു റാലിക്ക് വേണ്ടി പ്രൈസ് ലീഡ് ചെയ്യും. അപ്പോൾ അത് നിങ്ങളുടെ കണ്ണിൽ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ലീഡിങ് ഡയഗണൽ ഫസ്റ്റ് വേവിൽ ഫോം ആയിക്കൊണ്ടിരിക്കുക. അത് തീരുമ്പോൾ തന്നെ അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും സെക്കൻഡ് മൂവ് താഴേക്ക് വരുള്ളൂ, മുകളിലേക്ക് പോവുകയില്ല. മനസ്സിലായോ? സോ താഴേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിയിരിക്കുക, ട്രേഡ് എടുക്കരുത്. കാരണം താഴേക്ക് വരുമ്പോൾ 1 2 3 മൂവ്സിൽ വരുള്ളൂ. അത് ബുള്ളിഷ് ആണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ പകുതി തന്നെ വരെ പൊക്കും. കാരണം തേർഡ് വേവ് ആണ് ഞാൻ പറയുന്ന. നമ്മുടെ ഈ കുറച്ച് റെഗുലർ വ്യൂവേഴ്സ് അവർ മസ്റ്റായിട്ട് ഇത് കാണണം, മസ്റ്റായിട്ട് ഇത് ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. തേർഡ് വേവിക്ക് വേണ്ടിയാണ് നമ്മൾ സെക്കൻഡിൽ ബൈ ചെയ്യണം. തേർഡ് വേവ് ആണ് എല്ലാം. മദർ വേവ് ആണ് തേർഡ് വേവ് എന്ന് പറയാറുള്ളൂ. മദർ വേവ് എന്ന് വെച്ച് പറഞ്ഞാൽ തേർഡ് വേവിലാണ് നമ്മുടെ ബിഗ് ഫണ്ട് കയറുള്ളൂ. ഈ 1 or 2 ഡേ, ഫസ്റ്റ് വേവ് ആൻഡ് സെക്കൻഡ് വേവിൻ്റെ ഡബിൾ, ട്രിപ്പിൾ, 4 or 5 ടൈംസ് പൈസ ക്യാഷ് തരും നിങ്ങൾക്ക്. ഡബിൾ ഓർ ട്രിപ്പിൾ ടൈംസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് തരും തേർഡ് വേവ്. അത്രയ്ക്ക് ഹ്യൂജ് ആയിരിക്കും. സം ടൈംസ് ഉണ്ടല്ലോ, ചില സമയത്ത് ഈ വേവ് സ്റ്റാർട്ടായാൽ തേർഡ് വേവ് സ്റ്റാർട്ട് എത്ര ഓൺ ടോപ്പ് വരെ പോകും. മനസ്സിലായോ? അൺബിലീവബിൾ ആയിരിക്കും. അൺബിലീവബിൾ എന്ന് പറഞ്ഞാൽ മീൻസ് ഇത് കണ്ടോ, ഇതിൻ്റെ കാലും വലുത് വേറെ വേവ്സ് ഉണ്ടാവത്തില്ല. അത്രയ്ക്ക് സൂപ്പർ വേവ് ആയിരിക്കും തേർഡ് വേവ്. ഓക്കെ, സോ നമുക്ക് പിടിക്കാനുള്ളത് ഏതാണ്? മനസ്സിലായപ്പോൾ 1 അല്ല, 1 ലീഡിങ് ഡയഗണൽ ഫോം ആയി കഴിഞ്ഞ് സെക്കൻഡ് താഴേക്ക് വരും. സെക്കൻഡ് താഴേക്ക് വരുമ്പോൾ ബുള്ളിഷ് കാൻഡലിസ്റ്റിക് പാറ്റേൺ നമ്മളിവിടെ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ആൻഡ് ദെൻ അവിടെ നിന്ന് പ്ലേ ചെയ്യേണ്ടതാണ് തേർഡ് വേവിലേക്ക് വേണ്ടി. എസ് വെക്കേണ്ടത് നമ്മുടെ ഇതിൻ്റെ ലോ, എവിടെ ബേസ് എവിടെ നിന്ന് പ്രൈസ് സ്റ്റാർട്ടായത് അത്. ഓക്കെ, അതാണ് മസ്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളും. എവിടെയെങ്കിലും ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. നിങ്ങൾക്ക് ഇത് പ്ലേ ചെയ്യേണ്ടത് തേർഡ് വേവിന് വേണ്ടിയാണ് ബൈ ചെയ്യാൻ. അതുപോലെ തന്നെ നേരെ തിരിച്ചാണ്, പ്രൈസ് താഴേക്ക് വരുമല്ലോ. പ്രൈസ് താഴേക്ക് ഇപ്പോൾ സംടൈംസ് ചില സ്റ്റോക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും, അത് ടോപ്പ് അടിച്ച് ഒത്തിരി മൂവ് പോയിട്ട് പിന്നെ ടോപ്പ് അടിക്കും. സോ താഴേക്ക് വരുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെയാണ്. പ്രൈസ് താഴേക്ക് വരുമല്ലോ, അപ്പോഴും ഇങ്ങനെ തന്നെ 1 2 3 4 ആയിട്ട് വരും. സോ ബൈയിങ് മാത്രമല്ല ഞാൻ പറയണത്. ഓക്കെ, ബൈയിങ് മാത്രമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അപ്പോഴും ടോപ്പ് അടിച്ചു, പ്രൈസ് താഴേക്ക് വന്നു, സെക്കൻഡായി ഈ ഹൈ കട്ട് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് താഴേക്ക് നല്ല സെൽ ഓഫ് വരാൻ പോവുക. സോ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്തിന് പെൻഡിങ്. ഓക്കെ, സോ നമുക്ക് ഇതൊക്കെ എല്ലാം പിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി പറയാനുള്ളത് എനിക്ക് ആക്ഷൻ റിയാക്ഷൻ്റെ ഒരു കാര്യമാണ്. ആക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ ഫസ്റ്റ് വേവ് മുകളിലേക്ക് പോവാണല്ലോ, അതാണ് ആക്ഷൻ. താഴേക്ക് വരുമ്പോൾ റിയാക്ഷൻ. തേർഡ് വേവ് മുകളിലേക്ക് പോവുക, ആക്ഷൻ. താഴേക്ക് വരുന്നത് റിയാക്ഷൻ. ആൻഡ് ഫിഫ്ത്ത് മുകളിലേക്ക് പോവുകയാണ്, അതെന്താണ്? ആക്ഷൻ. സോ മനസ്സിലായല്ലോ? ആക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആൻഡ് കറക്ഷൻ ആക്കിക്കുക. ആക്ഷൻ ഓർ റിയാക്ഷനാണ് നമ്മൾ യൂഷ്വലി പറയാറുള്ളൂ. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ, ദാറ്റ് മീൻസ് നമുക്ക് ആക്ഷൻ എവിടെ എടുക്കേണ്ടത്, മനസ്സിലായോ? അതാണ് ഉദ്ദേശം. ആക്ഷൻ എവിടെ എടുക്കേണ്ടത്, അതിൻ്റെ ഈ ആക്ഷൻ്റെ റിയാക്ഷൻ ആയിരിക്കും ഇത്. ഓക്കെ, സോ നമുക്ക് ആക്ഷൻ എവിടെ എടുക്കേണ്ടത്? സെക്കൻഡിലാണ്. ഈ റിയാക്ഷനിൽ എടുക്കേണ്ടതാണ് നമുക്ക് സെക്കൻഡ് വേവിലാണ് എടുക്കേണ്ടത്. തേർഡ് വേവ് ഇവിടെയാണ് ആക്ഷൻ എടുക്കേണ്ടത്. ഇപ്പോൾ മനസ്സിലായല്ലോ? ആക്ഷൻ ആൻഡ് റിയാക്ഷൻ, ഇതാണ് ആക്ഷൻ, റിയാക്ഷൻ ആൻഡ് ആക്ഷൻ. നമുക്ക് ആക്ഷൻ എവിടെ എടുക്കേണ്ടത്? ആക്ഷൻ എടുക്കേണ്ടത് നമുക്ക് സെക്കൻഡിലാണ് എടുക്കേണ്ടത്. ഈ കറക്ഷനിലാണ് എടുക്കേണ്ടത്. ആക്ഷൻ എടുക്കേണ്ടത് നമുക്ക് തേർഡ് വേവിന് വേണ്ടി.
ഓക്കെ, ഫോർ തേർഡ് വേവിക്ക് വേണ്ടി. ഇതൊക്കെ ഒത്തിരി ടെക്നിക്കൽ ഇതായി പോകും, അതുകൊണ്ട് കൂടുതൽ പറയണില്ല. ബട്ട് ഇതൊക്കെ ശരിക്കും ഒത്തിരി ഡീപ്പ് ലേണിങ്സാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ വേറെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇനി ഒരു വേവ് എപ്പോഴും ഒരേപോലെ ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ ഇതിൻ്റെ ഫുൾ ഡീപ്പ് വേവ് 1, വേവ് 2, വേവ് 3, വേവ് 4, വേവ് 5 ഇതൊക്കെ എല്ലാം സെപ്പറേറ്റ് നല്ലൊരു ഡീപ്പ് അനലൈസിസ് വീഡിയോ നിങ്ങളുടെ കൂടി ഞാൻ ഷെയർ ചെയ്യും അപ്കമിങ് ടൈമിൽ. സോ ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ട്രാക്ക് ചെയ്യണമെന്ന് തുടങ്ങുക, അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. എനിക്ക് ഓരോ ആഗ്രഹമുള്ളൂ, നിങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ ഈ കോൾസ് പല മറ്റേ ടെലിഗ്രാം ചാനലായാലും അതൊക്കെ എല്ലാവരും വാട്സപ്പിലായാലും ഒത്തിരി കോൾസ് തരുന്നുണ്ട്. അപ്പോൾ ആ കോൾസുകൾ നിങ്ങൾ എടുക്കേണ്ട. കുറച്ച് നാളെ ചിലപ്പോൾ നിങ്ങൾ ലോസിലായിരിക്കും. ലോസ് ഈസ് എ പാർട്ട് ഓഫ് എ മാർക്കറ്റ്. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പാർട്ടാണ് ലോസ്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ലോസ് ചെയ്യുക, ഒരു കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ലോസ് ചെയ്തിട്ടാണ് ഒരു നല്ലൊരു ട്രേഡർ ആയിരിക്കുന്നത്. ഓക്കെ, സോ ചെറിയ ലോസ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ദെൻ ഇൻ ഫ്യൂച്ചർ അപ്കമിങ് ടൈമിൽ നിങ്ങൾ നല്ലൊരു ട്രേഡർ ആവും. സ്വന്തമായിട്ട് നിങ്ങൾക്ക് അനലൈസിസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ബാക്കിയൊക്കെ എല്ലാം ബേസിക്സാണ്. ചെറിയ സപ്പോർട്ട്, റെസിസ്റ്റൻസ് അതൊക്കെ എല്ലാം നമുക്ക് വേണം. ബട്ട് മേജർ നമ്മുടെ ഐ തിങ്ക് ഇതിലേക്കാണ് വരേണ്ടത് നിങ്ങൾക്ക് എല്ലിയറ്റ് വേവിൽ. കാരണം എന്താ വെച്ചാൽ ഇതിലാണ് ലോങ് ടേം പ്ലേ ചെയ്യാൻ പറ്റും നമുക്ക്. മനസ്സിലായി? ലോങ് ടേം പ്ലേ ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, പിന്നെ ഇത് ഞാൻ 1, 2, 3, 4, 5 ഇതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. ഇൻ കേസ് ഇതുപോലെ പോയില്ലെങ്കിൽ എപ്പോഴും ഒരേപോലെ ഇത് ഞാൻ കാണിച്ചു 1, 2, 3 മുകളിലേക്ക് പോയി 4 താഴേക്ക് 3 വന്നു പിന്നെ 5. ഇൻ കേസ് ഇങ്ങനെ പോയി സം ടൈംസ് ഇങ്ങനെ പോകാറ് 1, 2, 3 ഇച്ചിരി പോകുകയുള്ളൂ, പിന്നെ താഴേക്ക് വരും. ഈ വൺ അടിച്ച ഹൈ ഉണ്ടല്ലോ, അത് ഈ വൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് വന്നല്ലോ, ചിലപ്പോൾ എന്ത് ചെയ്യും ആൻഡ് 4 ഇത്തിരി പോയിട്ട് 5 അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, സോ ഇത് വീക്ക് സ്ട്രക്ചറാണ്. ഓക്കെ, ഇപ്പോൾ അടിച്ച ഹൈ 1ൻ്റെ ഹൈ ഇപ്പം ഇവിടെ കണ്ടോ, 1 അവിടെ, 2 ഇവിടെ, 3 അവിടെ പോയിട്ട് ഓൺ ടോപ്പ്. ഓക്കെ, ബട്ട് ഈ സ്ട്രക്ചർ ഇപ്പോൾ 1, 2, 3 ദാറ്റ് മീൻസ് ഈ 1ൻ്റെ ഹൈ ബ്രേക്ക് താഴേക്ക് വന്നല്ലോ ഇവിടെ 4. ഓക്കെ, സോ ഇതാണ് വീക്ക് സ്ട്രക്ചർ. ദാറ്റ് മീൻസ് ഇത് മുകളിലേക്ക് അധികം പോകത്തില്ല. ഇത് കണ്ടോ, ഞാൻ ഇത് ബ്ലാക്ക് അല്ല റെഡ് ആക്കി മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ദാറ്റ് മീൻസ് ഇവിടെ ബ്രേക്ക് ഔട്ട് ഓഫ് ഈ സ്ട്രക്ചറായി. അപ്പോൾ എന്താ, ഇത് 5th വേവ് കുറച്ചേ പോവുള്ളൂ. ഇത് വീക്ക് സ്ട്രക്ചറാണ്. മനസ്സിലായോ? ഇത് വീക്ക് സ്ട്രക്ചറാണ്. സോ നമുക്കിവിടെ അറിയാൻ പറ്റും മൂവ് കൂടുതൽ വരാൻ പോകുന്നില്ല ഇനി. ഓക്കെ, ഇത് കണ്ടറിയാൻ പറ്റും. ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ ചില സമയത്ത് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ നിങ്ങൾ പറയാനുണ്ടല്ലോ. അപ്പോൾ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഇതിൻ്റെ ഹൈ ഇവിടെ സപ്പോർട്ട് എടുത്ത് കയറിയാൽ മുകളിലേക്ക് പോകും. ബട്ട് ഇവിടെ ബ്രേക്ക് താഴെ വന്ന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ അത് ട്രാപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ BOSൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ വന്നു, ഇവിടെ മുകളിലേക്ക് പോയി താഴെ അടിച്ചു, ദെൻ BOS ആക്കിയിട്ട് താഴേക്ക് വരുന്നു. റീടെസ്റ്റ്, നിങ്ങൾ നോർമൽ ലാംഗ്വേജ് നമ്മൾ അങ്ങനെയല്ലേ പറയുള്ളൂ. റീടെസ്റ്റിന് വേണ്ടി താഴേക്ക് വരുന്നു, പ്രൈസ് താഴേക്ക് വന്നു. ബട്ട് ചില സമയത്ത് ഇവിടുന്ന് സപ്പോർട്ട് എടുക്കത്തില്ല. ഓക്കെ, ആ റീടെസ്റ്റ് ഇവിടുന്ന് എടുക്കത്തില്ല. കറക്റ്റ് BOSൻ്റെ അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ഓഫ് സ്ട്രക്ചറുടെ അവിടെ നിന്ന്. അപ്പോൾ സപ്പോർട്ട് അവിടെ നിന്ന് എടുക്കാതെ താഴേക്ക് വന്നിട്ട് പിന്നെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് വീക്ക് സ്ട്രക്ചറാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് വീക്ക് സ്ട്രക്ചറാണ്. നമുക്ക് ചെറിയ പ്രോഫിറ്റ് എടുത്ത് നമുക്ക് മാറേണ്ടതാണ്. ഓക്കെ, ഇതൊക്കെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്. ഒത്തിരി ഡീപ്പൊക്കെ ഉണ്ടാകും അനാലിസിസ്. ഐ ഹോപ്പ് സോ ഇൻ ഫ്യൂച്ചറിൽ ഞാൻ പറഞ്ഞു തരും നിങ്ങൾ കൂടെ. ബട്ട് നിങ്ങൾ അതനുസരിച്ച് നിങ്ങളെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താലേ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും, കുറച്ചുകൂടി കൂടുതലായിട്ട് നിങ്ങളുടെ കൂടെ ആനാലിസിസ് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ന്യൂസ് ബേസ്ഡ് ആണ്. ഓക്കെ, ന്യൂസ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലിയറ്റ് വേവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എപ്പോഴാണ് ന്യൂസ് വരേണ്ടതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ചില മറ്റേ ചാനൽസിൽ, ചില മറ്റേ ഇതിൽ സ്റ്റോക്സിൽ ഓർ സംടൈംസ് ഇൻഡെക്സിലും ഓരോ ന്യൂസ് വരുന്നുണ്ട്. ഈ എല്ലിയറ്റ് വേവ് തിയറിയിൽ നിങ്ങൾ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ല, ബുക്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എല്ലിയറ്റ് വേവ് തിയറി. അതിൽ ഓൾറെഡി ന്യൂസ് എപ്പോൾ വരും, ഏത് വേവിൽ വരും, അതൊക്കെ എല്ലാം ഈ ഒരു പാർട്ട്, ഞാനിപ്പോൾ പറഞ്ഞ ഒരു പാർട്ട് നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. സോ നമുക്ക് ന്യൂസ് എപ്പോൾ വരും, എങ്ങനെ വരും നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെയാണെന്ന് ഫസ്റ്റും ഇത് 15 minutes ടൈം ഫ്രെയിമിൽ റെയർ ആയിരിക്കും. 1 hour
ഇൻഡെക്സിലായാലും സ്റ്റോക്കിലായാലും 1 hour 1 day ഓർ മീൻസ് ഹ്യൂജ് വലിയ ടൈം ഫ്രെയിമിൽ ബിഗ് ടൈം ഫ്രെയിംസിൽ നമുക്ക് ഇതൊക്കെ എല്ലാം നോർമലി നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വേവായി സെക്കൻഡ് വേവ് താഴേക്ക് വരുമല്ലോ, അത് ന്യൂസ് ബേസ്ഡ് ആയിരിക്കും. ഇവിടെയാണ് ബാഡ് ന്യൂസ് വരുന്നത്. കാരണം ഇതാണ് താഴേക്ക് വരുന്നത്, ദാറ്റ് മീൻസ് ഇത് താഴേക്കല്ലേ വരുന്നത് പ്രൈസ് ഇവിടെ. സോ ഇതിൽ ബാഡ് ന്യൂസ് വരും. യൂഷ്വലി 1 or 2 ന്യൂസ് വരാറുണ്ട്. ഓക്കെ, ബാഡ് ന്യൂസ് നിങ്ങൾ വരുമല്ലോ. ഇപ്പോൾ ഇവിടെ ഇത് നിങ്ങൾ നോർമലി തന്നെ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ ബാഡ് ന്യൂസ് തന്നെ വരുള്ളൂ, കാരണം പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ഒത്തിരി ഹെവി ബാഡ് ന്യൂസ് ഇല്ലെങ്കിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യില്ല. മനസ്സിലായോ? ഒത്തിരി ഹെവി ബാഡ് ന്യൂസസ് ഇല്ലെങ്കിൽ ഇവിടെ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യില്ല. പിന്നെ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തില്ല സപ്പോസ്, സോ ബുളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ഫോം ചെയ്തു. ഓക്കെ, ഇവിടുന്ന് പിന്നെ ഗുഡ് ന്യൂസസ് വരും ഫോർ തേർഡ് വേവ്. ഓക്കെ, നല്ല അടിപൊളി ഗുഡ് ന്യൂസസ് വരും ഫോർ തേർഡ് വേവ്. ഈ തേർഡ് വേവിലാണ് ടോപ്പ് ക്ലാസ്സസ് ന്യൂസസ് വരും. എല്ലാ ഗുഡ് ന്യൂസ് വരുന്നത് തേർഡ് വേവിൽ മാത്രമേ ഉള്ളൂ. ആൻഡ് ഇവിടെ വേറെ ഒരു സംഭവം ഉണ്ടാകും. ഇവിടെ ഇത് ബ്രേക്ക് ചെയ്യുന്നത്, ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ആക്കിയിട്ടാണ് ബ്രേക്ക് ചെയ്യുള്ളൂ തേർഡ് വേവ്. മനസ്സിലായോ? സെക്കൻഡ് വേവ് പ്രൈസ് ഇവിടെ ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. സെക്കൻഡ് വേവ് ഇവിടെ സ്റ്റാർട്ടായി സപ്പോസ് മുകളിലേക്ക് പോകാൻ ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു, ആൻഡ് ഇവിടെ വരും ഓർ ഇവിടെ എവിടെയെങ്കിലും വന്ന് ക്ലോസ് ചെയ്തു, ആൻഡ് നെക്സ്റ്റ് ഡേ ഓർ എപ്പോഴെങ്കിലും ഓപ്പൺ ആവുന്നത് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഇതിൻ്റെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് ആൻഡ് സഡൻ ഇങ്ങനെ മുകളിലേക്ക് ഫ്ലോ ആയിട്ട് അങ്ങനെ പ്രൈസ് നല്ല അടിപൊളി 1, 2, 3 എത്ര ന്യൂസസ് വരും, എല്ലാ ന്യൂസസ് വരുന്നത് ഈ ഒരു തേർഡ് വേവിലാണ്. ഇത്രയ്ക്ക് കൺഫേം ആയിട്ട് ഒത്തിരി നമ്മുടെ യൂട്യൂബേഴ്സ് ഓർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ട്രാക്കിനെ സാർമാർ ഇതൊക്കെ പറയാനുണ്ട് ഗ്യാപ്പപ്പാണ്, നാളെ ഗ്യാപ്പപ്പാണ്. എന്തിനാ ഗ്യാപ്പപ്പാണ്? ഇതാണ് ആ റീസൺ. ഓക്കെ, ഇതാണ് ആ റീസൺ. ദാറ്റ് മീൻസ് ഗ്യാപ്പപ്പിൻ്റെ ന്യൂസ് ഈ വേവിൽ തന്നെ ഇത് ബ്രേക്ക് വേ ഗ്യാപ്പപ്പ് ആയിരിക്കും. ഇവിടെ ബ്രേക്ക് വേ ഗ്യാപ്പപ്പ്, ദാറ്റ് മീൻസ് പിന്നെ ഇത് കഴിഞ്ഞാൽ ഗ്യാപ്പപ്പ് മാത്രമേ ഉള്ളൂ. ഗ്യാപ്പപ്പ് മാത്രമായിട്ട് ഈ തേർഡ് വേവ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. മനസ്സിലായോ? സോ ഇല്ലിയറ്റ് വേവിൽ ചില്ലറല്ല, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഫസ്റ്റ് വേവിലല്ല, സെക്കൻഡ് വേവിൽ ബൈ ചെയ്യേണ്ടതാണ് ഫോർ തേർഡ് വേവ് ആണ് നമ്മുടെ നല്ലൊരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടും. സെക്കൻഡ് വേവിൽ ബാഡ് ന്യൂസസ് ആണ്, തേർഡ് വേവിൽ ഗുഡ് ന്യൂസസ് ആണ്, ഇഷ്ടം പോലെ. സോ ഈ പാർട്ട് മറക്കണ്ട. ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു പാർട്ട് നിങ്ങൾ എവിടെയെങ്കിലും നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് ബൈ ചെയ്യേണ്ടത് സെക്കൻഡ് വേവിലാണ് ഫോർ തേർഡ് വേവിൽ നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അടിപൊളി പ്രോഫിറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇങ്ങനത്തെ ഒരു അനലൈസിസ് ആരും ഷെയർ ചെയ്യാറില്ല. ഇങ്ങനത്തെ ഒരു സീക്രറ്റ്സ് ആരും ഷെയർ ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നത് ആരും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങളുടെ കൂടെ കേട്ടോ. സോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇത് ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഈ ഒരു എക്സ്റ്റെൻഡഡ് ഫിബ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. നിങ്ങൾ അപ്കമിങ് വീഡിയോസിൽ ഏതാണ് എങ്ങനെയാണ് എവിടെ നിന്ന് വെക്കേണ്ടത് ഒക്കെ ഞാൻ എല്ലാം നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഞാൻ വെച്ച് കാണിച്ചു തരുന്നു കേട്ടോ. സോ സപ്പോസ് ഇതാണ് സെക്കൻഡ് വേവ് സ്റ്റാർട്ട് ആയത് ഇവിടുന്ന്. സോ ഈ സപ്പോസ് സ്റ്റാർട്ട് ഇവിടുന്ന് ആയി എന്ന് വിചാരിച്ചോ. സോ ഇതിൻ്റെ മിനിമം ടാർഗറ്റ് എത്ര ആയിരിക്കും? ഈ വേവ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ മിനിമം ടാർഗറ്റ് നമ്മുടെ 1.272%. ദാറ്റ് മീൻസ് 127% ആണ്. പെർസെൻറ്റേജ് വഴി നമ്മൾ നോക്കുകയാണെങ്കിൽ 127%. അത് നമുക്ക് ഇവിടെ നിന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ 127% മിനിമമാണ്. മാക്സിമം ഇത് 200 to അബവ് പോകാറുണ്ട്. ഇത് കണ്ടോ, 200% ടു ഇതിൻ്റെ അബവ് 227%. ഇവിടെ വരെയൊക്കെ പോകാറുണ്ട്. സിംഗിൾ തേർഡ് വേവ് മാത്രം. അതിൽ ന്യൂസസ് വരുമല്ലോ, ന്യൂസസിൻ്റെ ഫ്ലോ അനുസരിച്ചായിരിക്കും. കൂടുതൽ ന്യൂസ് വന്നുകൊണ്ടിരിക്കണം, അതനുസരിച്ച് പ്രൈസ് ഗ്യാപ്പ് അടിച്ച് പോവുക. മീൻസ് നമ്മൾ പേടിച്ച് പോകും. ആ സമയത്തൊക്കെ അയ്യോ ഇത്രയ്ക്ക് ഗ്യാപ്പ് അടിച്ച് പോവുക. ഞാനിപ്പോൾ ഇറങ്ങട്ടെ. അത്രയ്ക്ക് പ്രോഫിറ്റ് നമുക്ക് തരും തേർഡ് വേവ്. അതാണ് ഞാൻ പറയുന്നത്. തേർഡ് വേവ് ആണ് നമുക്ക് പഠിക്കേണ്ടത് എല്ലാം കൂടിയാണ്. ബട്ട് തേർഡ് വേവിൽ നമ്മുടെ പ്രോഫിറ്റ് കിടന്ന് നമ്മൾ പിടിച്ചു പോകും. ഞാൻ ഇറങ്ങട്ടെ, കാരണം നാളെ ചിലപ്പോൾ ഇനി എല്ലാം കൂടി അടിച്ച് ഇറങ്ങുമോ. പക്ഷേ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, യെസ് തേർഡ് വേവ് ഇത്ര വരെ പോകും. എത്ര? 127% മിനിമമാണ്. ആൻഡ് മാക്സ് ടു മാക്സ് 200 to 227% വരെയൊക്കെ പോകാറുണ്ട്. സോ നമുക്ക് അവിടെ
ക്വാണ്ടിറ്റി അവിടെ വരെ ശരിക്കും നമുക്ക് മാറേണ്ടത് 127%ലാണ്. നോർമൽ നമ്മൾ പഠിച്ചേക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ 127% മാറേണ്ടതാണ്, ബുക്ക് ചെയ്ത് മാറേണ്ടതാണ്. ബട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എത്ര 70% or 80% നമ്മൾ പ്രോഫിറ്റ് 127% അവിടെ ബുക്ക് ചെയ്ത് മാറുക. ആൻഡ് 10, 20, 30% മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക ഫോർ 200% ഓർ പല പെർസെൻറ്റ്. മീൻസ് ഇത് മാത്രമല്ലല്ലോ, ഇതിൻ്റെ വേറെ പെർസെൻറ്റേജ് കുറേ ഉണ്ടല്ലോ. 127% ഇവിടെ 1.618%, 200% ഇഷ്ടംപോലെ വേറെ പെർസെൻറ്റേജ് ഉണ്ട്. നമ്മൾ ഈ ഫിബനാച്ചിയിൽ നമ്മൾ ചെന്ന് നോക്കുകയാണെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫിബനാച്ചി ആണ് ഇതിലേക്ക് വെക്കേണ്ടത്, തേർഡ് വേവിൽ നമ്മൾ വെക്കേണ്ടത്. അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ കൂടെ ഞാൻ അപ്കമിങ് വീഡിയോസിൽ ഷെയർ ചെയ്ത് ഞാൻ കറക്റ്റായിട്ട് പറയുമ്പോൾ എവിടെ വെക്കേണ്ടത്, എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ കേട്ടോ. അതൊക്കെ ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണ്. വീഡിയോ ഒത്തിരി ലോങ് ആയിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് ചിലപ്പോൾ ആളുകൾ കാണത്തില്ല, സ്കിപ്പ് ചെയ്ത് കാണുകയുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ ഒത്തിരി ലോങ് ഇപ്പോൾ ഉണ്ടാക്കാൻ ഒരു മടിയാണ് എനിക്കുള്ളത്. ഓക്കെ, സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ മാത്രമേ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് വീഡിയോ ഉണ്ടാക്കാൻ പറ്റും, എനിക്കും ഇൻട്രസ്റ്റ് കൂടും. ഓക്കെ, സോ ഇത് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ, ഈ അനാലിസിസ് ഒക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ഷെയർ ചെയ്യണം. പിന്നെ ഡെയിലി ലൈവ് മാർക്കറ്റിൽ ഇങ്ങനത്തെ ഞാൻ ഷെയർ ചെയ്ത 2 വീഡിയോസ് ഉണ്ട്, 2 പാർട്സാണ്, ബട്ട് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾ ട്രാക്ക് ചെയ്യണം. ഓക്കെ, ലൈവ് മാർക്കറ്റിൽ ഓപ്പൺ ചെയ്യുക, ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുക, ലൈവ് മാർക്കറ്റിൽ ഒരു മൂവ്സ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, 1, 2, 3, 4, 5 എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലാന്ന്, എത്ര പെർസെൻറ്റേജ് ഇത് പോവുക. നമ്മളൊക്കെ ശരിക്കും അങ്ങനെയാണ് ഞാനൊക്കെ പഠിച്ചത്, നമ്മളെല്ലാവരും കൂടി പഠിച്ചത് എങ്ങനെയാണ്, നമ്മൾ ഒരു റൈറ്റ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ലൈവ് മാർക്കറ്റിൽ കോപ്പി, യെസ് ഇത് ഇങ്ങനെ ഇതുപോലെ തന്നെ സാർ പറഞ്ഞത് എങ്ങനെ ഇതുപോലെയാണ് പറഞ്ഞത്, സോ ഇതുപോലെ തന്നെയാണ് മൂവ് ചെയ്യുന്നുണ്ട്, നമ്മൾ കറക്റ്റ് ഉദ്ദേശിച്ച പോലെ മൂവ് വരുന്നുണ്ടോ ഇല്ലാന്ന്, താഴേക്ക് വരുന്നുണ്ടോ, കൺഫ്യൂഷൻ എന്താണ്, അതുപോലെ കൺഫ്യൂഷൻ നമ്മൾ ചോദിക്കും. നിങ്ങൾ കൺഫ്യൂഷൻ ചോദിക്കാറേ ഇല്ല. കൺഫ്യൂഷൻ ചോദിച്ചാലേ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ ട്രാക്ക് ചെയ്താലേ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ മനസ്സിലാവുകയുള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യണം, അപ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരത്തുള്ളൂ. അയ്യോ സാർ പറഞ്ഞത് ഇങ്ങനെയാണ്, ബട്ട് ഇത് അങ്ങനെ പോയില്ല, ഇത് തിരിച്ച് റിവേഴ്സ് ആയില്ലോ, സോ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവുമല്ലോ. നമ്മുടെ അനാലിസിസിൽ നിങ്ങളുടെ അനാലിസിസിൽ എവിടെയെങ്കിലും നമ്മൾ പിടിച്ചത് മാറിപ്പോയിട്ടുണ്ടാകും. ഓക്കെ, സോ നിങ്ങൾ റെഗുലർ മാർക്കറ്റിൽ ട്രാക്ക് ചെയ്യുക. എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്, ട്രാക്ക് ചെയ്ത് അനലൈസ്ഡ് ആവും. നിങ്ങൾ ഇതൊക്കെ പഠിക്കുക, ട്രൈ ചെയ്യുക. സോ മറക്കേണ്ട, ഈ ഒരു സെക്കൻഡ് വേവിലാണ് നമ്മൾ പിടിക്കേണ്ടത്. സെക്കൻഡ് വേവിലാണ് ഇതിൻ്റെ ബേസാണ് SL വെക്കേണ്ടത്. ആൻഡ് ഫോർ തേർഡ് വേവിൽ ബുക്ക് ചെയ്ത് മാറേണ്ടതാണ്. ഫോർത്ത് വേവിൽ പ്ലേ ചെയ്യേണ്ട. 4th and 5th ഞാൻ പറയാം, പിന്നെ ഒത്തിരി കൺഫ്യൂഷൻ ആയി പോകും. കാരണം എന്താ വെച്ചാൽ 4th and 5th ഇത്തിരി റീറ്റെയിലേഴ്സിൻ്റെ വേവാണ്, റീറ്റെയിലേഴ്സ് വേവ്. ഇത് തേർഡ് വേവ് നമ്മുടെ മറ്റേ ഇവരുടെയാണ്, ബിഗ് മണി, ബിഗ് ഫണ്ട്സ് ആൻഡ് ബിഗ്ഗീസിൻ്റെ ആണ് തേർഡ് വേവ്. ഓക്കെ, അവരവിടെ ഫണ്ട് ഇടാറുള്ളൂ. 4th and 5th വേവിലാണ് റീറ്റെയിലേഴ്സിൻ്റെ വേവ്. ദാറ്റ് മീൻസ് ബാലൻസ് ഇട്ട് കൊടുത്തത് റീറ്റെയിലേഴ്സിന്. അപ്പോൾ അവർ ബാക്കി 5th വേവിൽ റീറ്റെയിലേഴ്സ് കയറും, എന്നിട്ട് ബാക്കി മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവർ ടോപ്പ് ഉണ്ടാക്കും. ബിഗ്ഗീസ് അവിടെ ടോപ്പ് ഉണ്ടാക്കും, റീറ്റെയിലേഴ്സ് അവിടെ കുടുങ്ങും, ആൻഡ് ദെൻ മൊത്തം കൊലാസ്പ്. ഇതാണ് നമ്മുടെ എവിടെ നടന്നു, ഈ ഒരു ടോപ്പിൽ നടന്നത്. മനസ്സിലായി? ഇവിടെ നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ ഓൺ ടോപ്പ്, അതാണ് 5th വേവ്. ടോപ്പ് ഉണ്ടാക്കി ബിഗ്ഗീസ്. ഇവിടെയൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും നിഫ്റ്റി എവിടെ പോകും, 28,000, 29,000, 30,000, 40,000, 50,000 ഒക്കെ പോകുമെന്നല്ലേ പറഞ്ഞത്. ബിഗ്ഗീസ് ഇവിടെ എക്സിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു ഏരിയയിൽ. ഓക്കെ, അനാലിസിസ് എൻ്റെ കണ്ടിട്ടിൽ പോയി കാണുക. ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നല്ലോ നിഫ്റ്റി ടോപ്പ് ഉണ്ടാക്കാൻ പോവുക. എന്നിട്ട് ഇവിടെ നമ്മൾ മറ്റേ ഇതൊക്കെ മെഗാഫോണിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. മെഗാഫോണിൻ്റെ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ മെഗാഫോൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മെഗാഫോൺ ദറ്റ് മീൻസ് എപ്പോൾ വേണമെങ്കിലും പൊട്ടാൻ ചാൻസസ് ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും പൊട്ടും, എപ്പോൾ വേണമെങ്കിലും തീരും. ഈ ഒരു റാലി ആ മെഗാഫോണിൻ്റെ റെഗുലർ വ്യൂവേഴ്സ്ക്കൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ ഇത് മെഗാഫോൺ എന്താണ്. മെഗാഫോണിൻ്റെ ആ ഒരു ഫോൾ അവിടെ നിന്ന് ടോപ്പ് ഉണ്ടാക്കി. ദെൻ ടോപ്പൊക്കെ ഏത് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഇതൊക്കെ കമൻറ്റ് ചെയ്യണം. ഫോൾ ദെൻ കണ്ട ഇപ്പോൾ നിഫ്റ്റി എവിടെ കിടക്കുന്നത്, എത്ര ഡൗൺ ആണ് ഓൾമോസ്റ്റ് 2,500 പോയിൻറ്റ്സ് താഴെയാണ് കിടക്കുന്നത്. അബൌട്ട് 2,500 പോയിൻറ്റ്സ്. 26 to 24,000 ബ്രേക്ക് ചെയ്ത് 25,000, ഇനി 23,000ലേക്ക് വരാൻ പോകാൻ തോന്നുന്നു. സോ ഒരു 3,000 കറക്ഷൻ ഫ്രം ടോപ്പാണ്, 3,000 പോയിൻറ്റ്സ് കറക്ഷനാണ്. ഓക്കെ, സോ ശ്രദ്ധിക്കുക കേട്ടോ. സോ ഇനി വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ. താങ്ക് യു.